അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വക ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങിയാലോ. ക്രിസ്മസ് ആയിട്ട് രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിലുള്ള എല്ലാം കയ്യിൽ നിന്ന് പോകണല്ലോ ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലുള്ള നമ്മൾ ഇറച്ചി കടന്ന് പൊളിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇപ്പോൾ വീടിന്റെ സൈഡ് പൂശാൻ പറ്റാത്തൊരവസ്ഥ. എന്താണ് ഈ പൊളിപ്പിനെ കുറിച്ച് രണ്ട് വാക്ക്? പൊളിച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മളെ പഴയ ഇറച്ചിക്കട പിന്നെ നമ്മൾ ആഹാരമൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എങ്ങടോ ഇല്ലാത്തൊരവസ്ഥയായി. അതുമില്ല ഇതും ഇല്ലാത്തൊരവസ്ഥ. അതാണ് ഫ്രണ്ടിലത്തെ കടയുടെ ഷീറ്റ് അങ്ങോട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ സൈഡൊന്നും പൂശാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അവരുടെ കുറെ ദിവസമായിട്ട് പറയണം അന്നൊന്നും നമുക്ക് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളും മലമാര എല്ലാം അതിന്റെ അകത്താണ് ഇരുന്നത്. പിന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റാനുള്ള ഒരു പാടും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മേശിരിട്ട് പറഞ്ഞു ചേട്ടാ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല, കാരണം വെച്ചാൽ അടി കയറി തേക്കാനുള്ളതുകൊണ്ട് അവരെ പെറുത്തേറി ഷീറ്റ് തട്ടെ. പിന്നെ വിചാരിച്ച് എന്തായാലും ഇത് പൊളിച്ച് കളയാം. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമല്ലോ. ആ പൊളിക്കുന്ന സമയത്ത് തന്നെ അമ്മച്ചി അവിടെ കിടക്കണം എന്തൊക്കെ പറയുകൊണ്ട് പോകുന്നുണ്ടോ. ചോദിച്ചാൽ പറഞ്ഞ മക്കളെ നമുക്ക് ആക്രിക്ക് കൊടുത്ത പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അതാണ് എന്റെ സ്വന്തം അമ്മ. എനിക്ക് തോന്നുന്നു വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അങ്ങനെ വരുമാനമൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇറച്ചിക്കട തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഇറച്ചിക്കട തന്നെ നമുക്ക് ഭയങ്കര ഉപയോഗമായി. കാരണം വെച്ചാൽ നമ്മളെ സാധനങ്ങളെല്ലാം പറക്കി വയ്ക്കാൻ അത്യാവശ്യ സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഉറങ്ങും ചെയ്യട്ടെ. പിന്നെ ഷീറ്റ് ആയതുകൊണ്ട് ഒടുക്കത്ത് ചൂടുവാണ്. അങ്ങനെ നമ്മൾ മോളത്തെ ഷീറ്റിൽ ഇളകി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒത്തിരി ഉച്ച സമയമായി. ഒരു ഉച്ച സമയം വെച്ചിട്ട് 11 മണി. അപ്പോൾ വിചാരിച്ചിട്ട് നാരങ്ങയുള്ള കുടിക്കാന്ന് പറഞ്ഞാൽ കടയിൽ പോയി 2 നാരങ്ങ മേടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നാരങ്ങ മേടിക്കുന്ന സമയത്ത് സൈഡിൽ നല്ല 2 പഴം നിന്ന് ചെറുപഴം അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ പ്ലം കേക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാന്ന് വിചാരിച്ച് ഫോട്ടോ എടുത്തതിന് ശേഷം നല്ലൊരു മോരവും കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് കേക്കും വെള്ളവും മേടിച്ചോണ്ട് ചേട്ടന് കാപ്പി വേണമെന്ന് പറയുമ്പോൾ ചേട്ടൻ കാപ്പി വേണ്ട കുടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ വന്ന ഉടനെ പടയും തന്നെ ഷീറ്റ് 3 ഇളക്കി കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി പിഴിഞ്ഞ് അങ്ങ് അമ്മച്ചി അങ്ങ് നാരങ്ങയുള്ള ആക്കി കേക്കും അങ്ങ് സെറ്റാക്കി. ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാനൈറ്റ് ഇളക്കണം കേട്ടോ. ഗ്രാനൈറ്റ് ഇളക്കണമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പണി കിട്ടിയെന്ന് വെച്ചാൽ ഗ്രാനൈറ്റിന്റെ ഐഡിയിൽ സിലിക്കോൺ തേച്ച് വെച്ചവരുണ്ട് ഈ സാധനം ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിവതും പൊട്ടാതെയൊക്കെ നോക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സാധനം പൊട്ടി. അങ്ങനെ അത് ഇളക്കി മാറ്റിച്ചിട്ട് നമ്മളെ പുതിയ അടുപ്പൊക്കെ അമ്മ ഇപ്പുറത്ത് സെറ്റ് ചെയ്തേ. ആരുമില്ല. അപ്പൊ നമ്മളെ വീട് പണിയും കഴിഞ്ഞ് പണിക്കാരും പോയി. അടുത്ത നമുക്കിനി പൊരിച്ച് ചോറുണ്ട് നോട് നൂത്ത് വെച്ചാൽ നമ്മ ഇങ്ങനെ ഓക്കെ. ഇത് പൊണ്ണം തന്നെ അല്ലേ പൊണ്ണ. കുറച്ച് പച്ചക്കുരുമുളക് പറിക്കല്ലേ. പച്ചക്കുരുമുളകും വെളുത്തുള്ളി ഇത് ഇട്ടിടിച്ചപ്പോ ഇതിനോട് ഒരു പൊരിച്ച മീൻ ഉണ്ണ. ഓക്കെ ക്രിസ്മസ് ആയിട്ട് ചിക്കൻ വരെ നല്ല മീൻ പൊരിച്ചതും കൂട്ടിയുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം. നമ്മളിവിടെ അമ്പട്ടപ്പാര, കത്തിപ്പാര, പിന്നെ ബ്രാഹ്മണപ്പാര എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. സത്യം ഈ മീനിന്റെ പേര്. അങ്ങോട്ട് ഇതിന് വല്ല വെറൈറ്റി പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം. രസം ഒഴിച്ചാൽ അതിൽ ശാലം മീൻ പൊരിച്ച് വയ്ക്കുക. പിന്നെ നമ്മളെ തോരൻ, അതായത് മുട്ടയും അഗസ്തിപ്പും കൊണ്ടുള്ള തോരൻ. ഒരു സൈഡിൽ ഇരുന്ന് ടച്ചിന് അറിയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തിരിഞ്ഞിരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇളക്കിയ ഷീറ്റ് അത്രയും ഇവിടെ പറയിക്കൊണ്ടൊന്ന്, അതായത് നാളെ ഞാൻ ചേട്ടൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു അടുക്കള സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതിന്റെ തറ ലെവൽ എത്തി മണ്ണിട്ട് ലെവലാക്കണം. അങ്ങനെ പയ്യന്മാരെല്ലാം വന്ന് നമ്മളെല്ലാം മണ്ണിട്ടൊക്കെ ലെവലാക്കിയ ശേഷം നല്ല ചായ വാഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ തിന്നിട്ട് നേരെ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയത് കേക്ക്ലേറ്റ് എന്ന കടയാണ് കേട്ടോ. നമ്മളെ വെഞ്ഞാറമുള്ള തന്നെ. ഞാൻ മിക്കുള്ള എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് കേക്ക് ഓടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പയ്യന് ഞാൻ നല്ല കമ്പനിയാണ്. അതുപോലെ ഇവിടെ ബൈ 1 get 1 മറ്റേ പരിപാടി ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ 2.5 കിലോ കേക്ക് കുടിച്ചാൽ 2.5 കിലോ കിട്ടും. 1 കിലോ കേക്ക് കുടിച്ചാൽ 1 കിലോ എക്സ്ട്രാ കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു 2.5 കിലോ കേക്ക് കുടിച്ച് 5 കിലോ ആയിട്ട് നമുക്ക് നമ്മളെ ഏരിയയിൽ എല്ലാവരും കൂടെ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു ഒരു 5 കിലോ കേക്ക് കുടിച്ചു. വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമാണ് ഇത്രയും ടീമായിട്ട് എനിക്ക് ഇത്രയും ആൾക്കാരൊക്കെ നമ്മളൊരു കേക്ക് മുറിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം ഇത്തവണ നമുക്ക് വീടില്ല. നമ്മൾ അടുത്ത തവണ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീടൊക്കെ വെച്ച് അടുത്ത തവണ നമ്മൾ ക്രിസ്മസ് അടിപൊളിയാക്കും. അതിനുശേഷം നമ്മളന്ന് മറ്റേ തേനീന്ന് വെച്ചിട്ട് വൈനൊക്കെ ഉണ്ടായിരുന്നു. വൈന് പൊട്ടിച്ച് അമ്മയ്ക്കും കൊടുത്ത് ഞാനും കുടിച്ചു. ഇത് സംഭവിച്ചാൽ ആൽക്കഹോളിക് ഇല്ല, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആൽക്കഹോളിക് ഇല്ല. സംഭവിച്ചാൽ നമ്മൾ ആപ്പി ഫിസില്ല, അതിന്റെ അതേ ടേസ്റ്റ്, മറ്റേ ആപ്പിളിന്റെ അതേ വെള്ളം, ഒരു ടേസ്റ്റ്, ഒരു കിക്ക്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് സാധനം കൊള്ളായിരുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.